ഒന്ന് വേഗം ആകട്ടെ പ്രസാദേ, മാഡം ഇപ്പൊ ഇങ്ങ് എത്തും. സാറ് വലിയ ആവേശത്തിലാണല്ലോ. അത് പിന്നെ ആവേശം കാണാതിരിക്കോ പ്രസാദേ? നമ്മുടെ കൂടെ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു CPO IPS ഓഫീസറായിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരാൻ പോവുകയാണ്. അതും ആ കുട്ടി നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ മകളാകുമ്പോ പിന്നെ പറയാനുണ്ടോ? നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമല്ലേ അത്? കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇത്രയും കാലം സാറിനെ സാറേന്ന് വിളിക്കാറുള്ള ഒരുത്തിയെ സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഭയങ്കര ഭീകരമല്ലേ? അതിനിപ്പോ എന്താ? എന്റെ സർവീസില് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്തവരെയും ഒട്ടും ബഹുമാനമില്ലാത്തവരെയും എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മഞ്ജുവിനെ പോലെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു ഓഫീസറെ സല്യൂട്ട് ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ആത്മാഭിമാനം കുറവുള്ളവർക്ക് അങ്ങനെ കണ്ടവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നതില് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല. പക്ഷേ എന്നെ പോലുള്ളവർക്ക് അതില് ചില ബുദ്ധിമുട്ടുകളുണ്ട്. തന്നെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അസൂയുള്ളവർ എന്നാണോ? അസൂയോ? എനിക്കോ? ഞാനെന്തിനാ അവളോട് അസൂയ കാണിക്കുന്നത്? തനിക്ക് അസൂയുള്ളതുകൊണ്ടല്ലേ തന്റെ കീഴുദ്യോഗസ്ഥ ഇപ്പൊ മേലുദ്യോഗസ്ഥ ആയപ്പോ തനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണല്ലോ താൻ കാണിക്കുന്നത്. അവൾ എത്ര വലിയ IPS ആയാലും എനിക്ക് അവള് ചായ കൊണ്ടുവരാറുള്ള ആ പഴയ പേടിത്തൊണ്ടി കോൺസ്റ്റബിൾ തന്നെയാ. കോൺസ്റ്റബിൾ IPS. അനിത, ഒരു പോലീസുകാരിയായിട്ട് ഇങ്ങനെ പേടിച്ച് എങ്ങനെയാ ശരിയാവുന്നേ? ബാ ചോദിക്കട്ടെ. താനേ എന്നെ എന്താ വിളിച്ചേ? ആ, കോൺസ്റ്റബിൾ IPS. എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്നെ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന്. ഞാൻ പണ്ട് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നത് എനിക്ക് അഭിമാനമുള്ളൊരു കാര്യം തന്നെയാ. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആ പോസ്റ്റിൽ കയറിയത് എന്റെ അച്ഛന്റെ സ്ഥാനത്താ. പക്ഷേ ഇന്ന് ഞാൻ കമ്മീഷണർ ആവുന്നത് കഷ്ടപ്പെട്ട് പരീക്ഷ പാസ്സായിട്ടാ. അതിന്റെ പുറകിലെ അധ്വാനം എനിക്ക് മാത്രമേ അറിയൂ. ഇത് വളരെ ഈസി ആയൊരു കാര്യമാണെന്ന പോലെ അനിത ഇപ്പൊ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. പറ്റുമെങ്കിൽ പോയി IPS എഴുതി കാണിക്ക്, എന്നിട്ട് വന്ന് സംസാരിക്ക. മാഡം, ഞാൻ തന്റെ വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. പോയി നല്ല കടുപ്പത്തിലൊരു ചായ കൊണ്ടുവാ. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാനിപ്പോ കൊണ്ടുവരാം മാഡം. അത് കലക്കി മാഡം, നല്ല മാസായിട്ടുണ്ട്. ഇവക്കൊക്കെ തുടക്കത്തിലൊരു ഡോസ് കൊടുത്തില്ലെങ്കിലേ വലിയ ബുദ്ധിമുട്ടാവും. ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണോ? അതെ. വെൽക്കം ബാക്ക് മാഡം. താങ്ക് യു. വരൂ മാഡം. ഇരിക്കൂ മാഡം. സെല്ലിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല മാഡം, രാവിലെ 2-3 മോഷണ കേസിലെ പ്രതികളുണ്ടായിരുന്നു. അവരെ കോടതിയിലേക്ക് കൊണ്ടുപോയി. മേ കമ്മിങ് മാഡം? യെസ്, കം ഇൻ. മാഡം എടുത്തു വയ്ക്കാൻ പറഞ്ഞ കേസ് ഫയലാണിത്. പീതാംബരന്റെ കേസാ. ഇനി ആ കേസ് എന്ത് ചെയ്യാനാ മാഡം? 5 വർഷമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നും ചെയ്യാതെ നടക്കില്ല എന്ന് പറഞ്ഞിരുന്നാ തെളിയിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മാഡം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കൂ. മാഡത്തിനൊന്നും തോന്നരുത്. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അറിവില്ലായ്മയാണെന്ന് കരുതി ക്ഷമിക്കണം. വളച്ചിട്ടില്ലാതെ കാര്യം ചോദിക്കുക പ്രസാദേട്ടാ. ഈ സിവിൽ സർവീസ് പഠിക്കാൻ
ഒത്തിരി ചെലവാകുമോ? മാഡം വലിയ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയാണോ പഠിച്ചത്? ഹേയ്, ഞാൻ ഹോസ്റ്റലിലിരുന്ന് സ്വയം തയ്യാറെടുക്കുക ചെയ്ത്. അതിന് വലിയ ചെലവൊന്നുമില്ല. അല്ല, എന്താ കാര്യം? മാഡം ചാർജ് എടുത്ത ദിവസം ചടങ്ങിൽ പങ്കെടുക്കാൻ എന്റെ ഫാമിലിയും വന്നിരുന്നു. ഐശ്വര്യ മാഡം മഞ്ജു മാഡത്തിനെ കുറിച്ച് പറഞ്ഞതെല്ലാം എന്റെ മോളും കേട്ടു. അവളിപ്പോ +2 വീട്ടിൽ വന്നത് മുതൽ അവൾക്ക് മാഡത്തിനെ പോലെ ഒരു IPS ഓഫീസർ ആകണമെന്നാ പറയുന്നത്. ആഹാ, അല്ല, മാഡത്തിനോട് ഇതേക്കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ മാഡവും ഒരു കോൺസ്റ്റബിളിന്റെ മകളാണെന്ന് അരവിന്ദാക്ഷൻ സാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ ധൈര്യം കിട്ടിയത്. ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് സർവീസിൽ കയറാൻ പ്രചോദനം തോന്നിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രസാദേട്ടൻ മോളോട് ധൈര്യമായിട്ട് പഠിക്കാൻ പറഞ്ഞോളൂ. നന്നായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് മുന്നേറാനുള്ള അവസരം ഈ നാട്ടിലുണ്ട്. അല്ല, മോക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ പറഞ്ഞോളൂ. എന്റെ നമ്പർ കയ്യിലില്ലേ? ഉണ്ട് മാഡം. താങ്ക് യു മാഡം. എന്തു പറ്റി മാഡം? പ്രസാദേട്ടനെ കണ്ടപ്പോ പെട്ടെന്ന് എന്റെ അച്ഛനെ ഓർമ്മ വന്നു. എനിക്കും മഹിമയ്ക്കും വേണ്ടി ഇതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും, അല്ല സർ? തീർച്ചയായും. പക്ഷേ അതൊക്കെ മാധവൻ സന്തോഷത്തോടെ ചെയ്തു കാണും. പ്രതീക്ഷ മോൾ ഉണ്ടായപ്പോഴാ ഒരമ്മയാവുന്നത് എത്രമാത്രം വലിയ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് മനസ്സിലായത്. ജോലി ചെയ്തുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അച്ഛൻ 2 പെൺകുട്ടികളെ അമ്മയില്ലാതെ വളർത്താൻ എന്തുമാത്രം ബുദ്ധിമുട്ടി കാണുമെന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിനോട് മനസ്സ് തുറന്ന് നന്ദി പറയാനുള്ളൊരു അവസരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു നന്ദി വാക്ക് കേൾക്കാൻ വേണ്ടിയല്ല ഒരു രക്ഷിതാവും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. മാഡം മഹിമയും ഇത്രയും നല്ല നിലയിൽ എത്തിയില്ലേ? ആദരവോടെ നിങ്ങളുടെ പേരുകൾ എപ്പോ വിളിച്ചാലും അതിന്റെ കൂടെ മാധവന്റെ പേരുകൂടിയാ വിളിക്കുന്നത്. മാധവനെ നന്ദി അറിയിക്കാൻ ഇതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് സാധിക്കില്ല. ഏതൊരച്ഛനും മക്കൾ നന്നായി ജീവിക്കണമെന്നാ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന് അഭിമാനമുണ്ടാവുന്ന രീതിയിലാ ജീവിക്കുന്നത്.